മതവിദ്വേഷത്തിനും മതസംഘർഷങ്ങൾക്കുമെതിരായ സ്നേഹത്തിന്റെ മഹാമന്ത്രമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആലുവ സർവമത സമ്മേളനമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം സംഘടിപ്പിച്ച ആലുവ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതസംഘർഷത്തിനും മതപരിവർത്തനവും ശക്തമായ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ആലുവ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. നിരവധി പേർ കൊല്ലപ്പെടുകയും നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്ത മലബാർ കലാപം ഗുരുദേവന്റെ മനസ്സിൽ വല്ലാത്ത വേദന സൃഷ്ടിച്ചു. ചാതുർവർണ്ണത്തിന്റെ കിരാത നിയമങ്ങൾ സഹിക്കാനാകാതെ ഒരു വിഭാഗം ഹിന്ദുമതം ഉപേക്ഷിച്ചുപോയി. മിഷനറി പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യാപകമായി മതപരിവർത്തനം നടന്നു. ഈ സാഹചര്യത്തിൽ ആലുവ സർവമത സമ്മേളനത്തിലൂടെ എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഒന്നാണെന്ന് ഗുരുദേവൻ ബോധ്യപ്പെടുത്തി. മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മതേതര മാനവികത കേരളത്തിൽ രൂപപ്പെട്ടതിന് പിന്നിലും ആലുവ സർവമത സമ്മേളനത്തിന് നിർണായക സ്ഥാനമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലബാർ കലാപം എന്നറിയപ്പെടുന്ന മാർക്കുള്ള ലേഖ മലബാർ ഏറനാട് താലൂക്കിൽ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടു. മുസ്ലിം കലാപകാരികൾ ഹിന്ദുക്കൾക്ക് നേരെ ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടു. ആയിരങ്ങളോളം കൊന്നുതള്ളി. നമ്പൂതിരി ഇല്ലങ്ങളും കോവിലങ്ങളുമാണ് കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തി. വൈശാഖികമായി ബലാത്സംഗം ചെയ്തു. 10,000 നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി. 100 കണക്കിന് വീടുകളും ക്ഷേത്രങ്ങളും തകർന്നു. വിഗ്രഹങ്ങളും നശിപ്പിച്ചു. കലാകാരികളെ ഭയന്ന സ്ത്രീകൾ കാടുകൾ അഭയം തേടി. ഇങ്ങനെയെല്ലാം ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. SN ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ G ജയദേവൻ, SNDP യോഗം കൗൺസിലർ P സുന്ദരൻ, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മോഹൻ ശങ്കർ, A സോമരാജൻ, N രാജേന്ദ്രൻ, S രാധാകൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.